CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളന നടപടികൾക്ക് തുടക്കമായി. ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പി കൃഷ്ണപിള്ള മുതൽ PKC വരെയുള്ള മഹാരഥർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ 9 മണിയോടെയാണ് CPIM ദേശീയ നേതാക്കൾ പുഷ്പചക്രം അർപ്പിച്ചത്. തുടർന്ന് കളർകോട് ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. പിന്നീട് പ്രതിനിധി സമ്മേളന നഗറിന് മുന്നിൽ കേന്ദ്ര കമ്മിറ്റി അംഗം VS അച്യുതാനന്ദൻ പതാക ഉയർത്തി. ജില്ലയിലെ 45 രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നെത്തിച്ച ദീപശിഖ സമ്മേളന നഗറിൽ CPIM സംസ്ഥാന സെക്രട്ടറി തെളിയിച്ചതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കം കുറിച്ചു. 600 പ്രതിനിധികളും 200 പ്രത്യേക ക്ഷണിതാക്കളും ഉദ്ഘാടന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമ്മേളനത്തിന്റെ സ്വാഗതസംഘം ജനറൽ സെക്രട്ടറി G സുധാകരൻ സ്വാഗതം ആശംസിച്ചു. CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടങ്ങി. 2 ദിവസങ്ങളിലായി ചർച്ച തുടരും. ഇതിനോടനുബന്ധിച്ച് 3 സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 23-ന് വൈകിട്ടോടെയാണ് സമ്മേളനത്തിന് സമാപനം കുറിക്കുക. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറ പാകിയ വിപ്ലവഭൂമിയായ ആലപ്പുഴ മണ്ണിൽ ഏറെ ആവേശത്തോടുകൂടിയായിരുന്നു സമ്മേളനങ്ങൾക്ക് തുടക്കമായത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ദിലീപിനൊപ്പം ഷജഹാൻ. സംസ്ഥാനത്ത് അഴിമതിയും ദുർഭരണവുമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. ഇത്രമാത്രം വിശ്വാസ്യത നഷ്ടപ്പെട്ട സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കാരാട്ട് അഭിപ്രായപ്പെട്ടു. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാരാട്ട്. വിശ്വാസ്യത നഷ്ടപ്പെട്ട സർക്കാരായി കേരളത്തിലെ UDF സർക്കാർ മാറിയെന്ന് കാരാട്ട് പറഞ്ഞു. ജനവിരുദ്ധ നയങ്ങളെ എതിർക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും കാരാട്ട് നിർദ്ദേശിച്ചു. In Kerala you have a government, the UDF government. And like the Congress governments and Congress-led governments earlier in the center and in other states, the character of this government, its record of misrule and corruption is well known to you. I do not have to dwell upon it. No other government in recent times in Kerala has discredited itself with its record of wrong policies, being riddled with corruption scandals, and being a government and the Congress party being an agency to appease all the caste and communal forces in the state to somehow continue to remain in power. കോർപ്പറേറ്റുകളും വർഗീയ ശക്തികളുമാണ് കേന്ദ്രത്തിലെ BJP സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ ഏഷ്യയിലേക്ക് കണ്ണുവച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ സാമ്രാജ്യത്വ മോഹത്തിന് കേന്ദ്രത്തിലെ മോഡി സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും പ്രകാശ് കാരാട്ട് ആരോപിച്ചു. സാർവദേശീയ ദേശീയ രംഗങ്ങളിൽ CPIMന്റെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു പ്രകാശ് കാരാട്ടിന്റെ 1 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗം. നവലിബറൽ ഫാസിസ്റ്റ് വർഗീയ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ മതനിരപേക്ഷ ബദൽ അനിവാര്യമാണെന്നും അത് ശക്തിപ്പെടുത്തേണ്ടത് CPIMന്റെ കടമയാണെന്നും പ്രകാശ് കാരാട്ട് ഓർമ്മിപ്പിച്ചു. സമ്മേളന നഗരിയിൽ നിന്നും സാലി മുഹമ്മദ്. CPIM സംസ്ഥാന സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രമുഖരുടെ നീണ്ട നിര, എഴുത്തുകാരും സിനിമാ പ്രവർത്തകരും അടക്കമുള്ളവരുടെ വലിയ നിരയാണ് സമ്മേളനത്തിൽ സജീവ സാന്നിധ്യമാകുന്നത്. T പത്മനാഭൻ, MK സാനു മാസ്റ്റർ, പ്രതാപ് പോത്തൻ, ആഷിഖ് അബു തുടങ്ങിയവർ ഇവരിൽ ചിലർ മാത്രം. കേരളീയ സമൂഹത്തിന്റെ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളന വേദിയിലെത്തിയത്. കവികൾ, സാഹിത്യകാരന്മാർ, കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സിനിമാ താരങ്ങൾ, സംവിധായകർ, മാധ്യമപ്രവർത്തകർ എന്നീ മേഖലയിൽ നിന്നായി 200ഓളം ക്ഷണിതാക്കളാണ് സമ്മേളനത്തിന്റെ ഭാഗമായത്. സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടതിൻ്റെയും ഭാഗമാക്കാൻ കഴിഞ്ഞതിൻ്റെയും സന്തോഷവും അവർ പങ്കുവച്ചു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. സാംസ്കാരിക രംഗത്തും കലാരംഗത്തുമുള്ള ആളുകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചതിന് പ്രത്യേക അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എനിക്കൊരു ഗ്രേറ്റ് ഓണറായിരുന്നു ഇവിടെ വരുന്നതിന്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നന്ദി പറഞ്ഞു. മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ കൂടുതൽ വളർത്താനും വർഗീയ ശിഥിലീകരണ ശക്തികളെ ഒറ്റപ്പെടുത്തുവാനും കരുത്തുറ്റ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന CPIM സംസ്ഥാന സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് പൊതുസമൂഹം കാണുന്നത്. സമ്മേളനവേദിയിലെ ഈ പ്രതിഭാശാലികളുടെ സംഗമം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും യഥാർത്ഥ മൂല്യങ്ങളും ആവേശവും ഉയർത്തിപ്പിടിക്കുമെന്ന പ്രഖ്യാപനം കൂടിയായിട്ടാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വിലയിരുത്തുന്നത്. നാടിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രതിഭകളുടെ ഈ സംഗമം അവകാശ പോരാട്ട സമരങ്ങളിൽ CPIMന് കരുത്താകും. ആലപ്പുഴയിൽ നിന്നും TP പ്രശാന്ത്.
ജയിൽ മോചിതനായ ജയരാജന് വൻ സ്വീകരണമാണ് സംസ്ഥാന സമ്മേളന നഗരിയിൽ നൽകിയത്. 5:30യോടെയാണ് എം.വി. ജയരാജൻ സമ്മേളന സ്ഥലത്ത് എത്തിയത്. ഇ.പി. ജയരാജൻ, പി. ജയരാജൻ തുടങ്ങിയവർ ചേർന്നാണ് എം.വി. ജയരാജനെ സ്വീകരിച്ചത്. സമ്മേളന കാലയളവിൽ ആർക്കെതിരെയും നടപടി ഉണ്ടായിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം അണികൾക്ക് ഇടയിലുള്ള ആശയക്കുഴപ്പം തീർക്കാനായിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു. VS-ന്റെ കത്ത് പത്രത്തിൽ വന്ന സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ പരസ്യ നിലപാട് എടുത്തത്. പ്രാദേശിക വിഷയങ്ങളിൽ ബ്രാഞ്ചുകൾ സജീവമായി ഇടപെടണമെന്നും വർഗീയതയും ഇടത് തീവ്രവാദത്തെയും ചെറുക്കണമെന്നും CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് വ്യക്തമാക്കുന്നതായും കോടിയേരി അറിയിച്ചു. ഓരോ പ്രദേശത്തുമുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത്, പ്രാദേശിക പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കണം. കഴിഞ്ഞ സമ്മേളനം എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു മാലിന്യ വിമുക്ത പരിപാടി പാർട്ടിയിൽ പങ്കാളിത്തം വഹിക്കണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി കുറേയധികം പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഏറ്റെടുക്കാൻ കഴിഞ്ഞ കാര്യം റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തുടർന്നും ഈ പ്രവർത്തനം ഏറ്റെടുക്കണം. മാലിന്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാ പാർട്ടി ഘടകങ്ങളും തുടർച്ചയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. യുവജന രംഗത്തും വിദ്യാർത്ഥി രംഗത്തും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇടത് തീവ്രവാദം കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇതോടൊപ്പം മതമൗലികതയും വർഗീയതയും ശക്തിപ്പെട്ടു വരികയാണ്. ഇതിന് പുതിയ തലമുറയിൽപ്പെട്ടവരാണ് ഇതിൽ പെട്ടുപോകുന്നത്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ആകർഷിക്കാനാണ് ഇത്തരം വിഭാഗങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് യുവാക്കളെയും വിദ്യാർത്ഥികളെയും മോചിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തന പരിപാടി ഈ മേഖലയിൽ ആവിഷ്കരിക്കണം. കൂടുതൽ വിശദാംശങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, കോടിയേരിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ, പ്രത്യേകിച്ച് വർഗ ബഹുജന സംഘടനയുടെ അടക്കം പാർട്ടിയുടെ പ്രവർത്തന ശൈലി സംബന്ധിച്ചും പ്രവർത്തന രീതിയും സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി VS-ന്റെ നിലപാട് സംബന്ധിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രമേയം സംബന്ധിച്ചും കാര്യങ്ങളെ വ്യക്തമാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് കോടിയേരി പറയുന്നുണ്ട്? പ്രജീഷ്, CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ്, റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ നിന്ന് ഈ സമ്മേളന കാലയളവിൽ എത്തി നിൽക്കുമ്പോൾ പാർട്ടി അംഗസംഖ്യയിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അത് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലെ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. 79,773 പേരാണ് പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ അത് കഴിഞ്ഞ സമ്മേളന കാലയളവിൽ 3,70,818 പേരായിരുന്നു പാർട്ടി അംഗങ്ങളായി ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ അത് 4,50,591 ഉയർന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റികളുടെയും ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ഒപ്പം ഏരിയ കമ്മിറ്റികളുടെയും എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വർഗ ബഹുജന സംഘടനകളുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊന്ന്, പാർട്ടിയുടെ പ്രവർത്തനത്തിൽ കാതലായ മാറ്റം വരുത്താനും എല്ലാ ഘടകങ്ങളും രാഷ്ട്രീയ ചർച്ച നടക്കുന്ന ഘടകമായി മാറണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സാമൂഹ്യ വിഷയങ്ങൾ കൂടുതലായി ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുവെന്നും കോടിയേരി വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ തെറ്റുതിരുത്തിയാൽ ഇടതുമുന്നണി വിട്ട ഘടകകക്ഷികളെ തിരികെ എടുക്കുന്ന കാര്യം ആലോചിക്കുമെന്നും കോടിയേരി പറഞ്ഞു. അത് റിപ്പോർട്ടിലെ പരാമർശമല്ല, മറിച്ച് മാധ്യമപ്രവർത്തകരുടെ
ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത് വി എസ് കത്തയച്ച വിഷയത്തിൽ, വി എസ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ച വിഷയത്തിൽ പ്രമേയം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രമേയം പാസാക്കിയത് നടപടിയായിരുന്നുവോ എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. വി എസ് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച കത്തിൽ സെക്രട്ടേറിയറ്റ് പ്രമേയം പാസാക്കിയത് നടപടി അല്ല എന്ന കോടിയേരി വ്യക്തമാക്കുകയുണ്ടായി. പാർട്ടിയുടെ ചട്ടക്കൂട് അനുസരിച്ച് അത് നടപടിയായി കണക്കാക്കാനാവില്ല, അത് ഒരിക്കലും നടപടി ആയിരുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കത്ത് പത്രത്തിൽ വാർത്തയായ സാഹചര്യത്തിൽ അണികളിലും പാർട്ടി മെമ്പർമാരിലും ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉടലെടുത്തു. ഈ ആശയക്കുഴപ്പം തീർക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ്. ആ കടമയാണ് പാർട്ടി നിർവഹിച്ചത്. അത്തരത്തിൽ അത് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും അത്തരത്തിൽ വി എസ് കത്തയച്ചിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ്. പാർട്ടി അണികളിലേക്ക്, പാർട്ടി മെമ്പർമാരിലേക്ക്, അംഗങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയം എത്തിക്കുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചെയ്തത്. അതിന് ഉള്ള പാർട്ടിയുടെ കസ്റ്റോഡിയൻ എന്നുള്ള നിലയിൽ സംസ്ഥാന സെക്രട്ടറിക്ക് അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏകകണ്ഠമായാണ് വി എസ് കത്തയച്ച വിഷയത്തിൽ പ്രമേയം പാസാക്കിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത് ഒരിക്കലും നടപടിയായി കണക്കാക്കാനാവില്ല എന്നുമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കിയത്. പ്രജീഷ്. കെ ജി ദിനകറാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾ സംബന്ധിച്ച് പ്രവർത്തന റിപ്പോർട്ടിലെ പ്രധാന ഘടകങ്ങൾ, വസ്തുതകൾ സംബന്ധിച്ചും കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. വി എസ് അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച കത്ത് കണ്ടിട്ടില്ലെന്ന് സീതാറാം യെച്ചൂരി. കത്ത് കാണാത്തതിനാൽ പ്രതികരിക്കുന്നില്ലെന്നും യെച്ചൂരി പറഞ്ഞു. So let me see what the letter is, if there is a letter like that, and then I'll be able to comment. Okay. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി ഒരു കമ്പനിയും ടെൻഡർ സമർപ്പിച്ചില്ല. അപേക്ഷ നൽകിയ 3 കമ്പനികളും ടെൻഡറിൽ പങ്കെടുത്തില്ല. ഇതേ തുടർന്ന് ടെൻഡർ കാലാവധി 1 മാസം നീട്ടി. അതേസമയം വിഴിഞ്ഞം പദ്ധതി ടെൻഡറിൽ കമ്പനികൾ പങ്കെടുക്കാത്തത് ഞെട്ടിച്ചുവെന്ന് മന്ത്രി കെ ബാബു പ്രതികരിച്ചു. മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. ജലനിരപ്പ് താഴ്ത്താൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകണമെന്നായിരുന്നു കേരളം ഹർജിയിൽ ആവശ്യപ്പെട്ടത്. നിലവിൽ ജലനിരപ്പ് ഉയർത്തിയാൽ അത് ഡാമിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുമെന്നുമായിരുന്നു കേരളത്തിന്റെ വാദം. മുഴുവൻ ഷട്ടറുകളും പ്രവർത്തന സജ്ജമാകുന്നതുവരെ ഡാമിലെ ജലനിരപ്പ് ഉയർത്തരുതെന്നും കേരളം ആവശ്യപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ബീഹാറിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചി രാജിവെച്ചു. JDU അവിശ്വാസ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് തൊട്ടുമുൻപാണ് മാഞ്ചി രാജിവെച്ചത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് JDU അറിയിച്ചു. തന്റെ ഒപ്പമുള്ള MLA-മാർക്ക് വധഭീഷണി ഉള്ളതുകൊണ്ടാണ് രാജിവെച്ചതെന്ന് ജിതിൻ റാം മാഞ്ചി പറഞ്ഞു. ബീഹാർ നിയമസഭ പിരിച്ചുവിടണമെന്ന് മാഞ്ചി ഗവർണറോട് ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ 2 മണിക്കൂർ സമയം ബാക്കി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്നും ജിതിൻ റാം മാഞ്ചി രാജിവെച്ചത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ JDU കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം അതിജീവിക്കാനാകില്ലെന്ന് മനസ്സിലാക്കിയ മാഞ്ചി നിയമസഭയിലെത്തിയില്ല. പകരം ഗവർണർ KN ത്രിപാഠിയെ കണ്ട് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. ഒപ്പമുള്ള MLA-മാർക്ക് വധഭീഷണിയുള്ളതുകൊണ്ടാണ് രാജിവെച്ചതെന്ന് ജിതിൻ റാം മാഞ്ചി പറഞ്ഞു. രഹസ്യ വോട്ട് അനുവദിച്ചിരുന്നെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കുമായിരുന്നുവെന്ന് പറഞ്ഞ മാഞ്ചി സ്പീക്കറുടെ നിലപാടുകൾക്കെതിരെയും കർശന വിമർശനമുയർത്തി. BJPയുടെ 87 പേരുടെ പിന്തുണയും സ്വന്തം പക്ഷത്തു നിലയുറപ്പിച്ചിരിക്കുന്ന 13 വിമത JDU MLA-മാരുടെയും സഹായത്തോടെ ഭൂരിപക്ഷം തെളിയിക്കാനായിരുന്നു ജിതിൻ റാം മാഞ്ചിയുടെ ശ്രമം. കേവല ഭൂരിപക്ഷത്തിന് 117 MLA-മാരുടെ പിന്തുണ വേണം. സ്വതന്ത്ര MLA-മാരും നിതീഷ് കുമാർ പക്ഷത്തുള്ള MLA-മാരും അവസാന നിമിഷം പിന്തുണയ്ക്കുമെന്ന് മാഞ്ചി പ്രതീക്ഷിച്ചു. പക്ഷേ വിമതപക്ഷത്തുള്ള 8 JDU MLA-മാർ അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്യുന്നത് ഹൈക്കോടതി തടയുകയും മറ്റു പിന്തുണ ലഭിക്കാതാവുകയും ചെയ്തതോടെ BJPയുടെയും മാഞ്ചിയുടെയും തന്ത്രം പൊളിഞ്ഞു. പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ നിതീഷ് കുമാറിനെ ക്ഷണിച്ചു. ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ നടക്കും. നേരത്തെ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിൽ നിതീഷ് കുമാർ ബീഹാർ ജനതയോട് മാപ്പ് ചോദിച്ചു. മോദി പ്രധാനമന്ത്രിയായതിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെത്താതിരിക്കാൻ ജിതിൻ റാം മാഞ്ചിയെ BJP ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച പിന്തുണ BJPക്ക് ബീഹാറിൽ നിന്നും ലഭിച്ചില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി.